ഫ്ലവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തോരനുമായിട്ടാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് സാധാരണ തോരൻ എല്ലാവർക്കും അറിയാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് തോരനാണ്. അപ്പൊ എങ്ങനെയാണ് സ്പെഷ്യൽ തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ആണ്. ക്യാബേജും ക്യാരറ്റും ഒരു 150 ഗ്രാം അടുപ്പിച്ച് ആ ഒരു രീതിയിൽ അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ വെച്ച് കട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക കൈ വെച്ച്. പിന്നെ സവോള, ഒരു മീഡിയം സൈസ് സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ കൂടെ ഞാൻ ബീൻസും കൂടി എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഇത് രണ്ടും മാത്രം എടുത്തിരിക്കുന്നത്. തോരന് ചെയ്യാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എരിവിന് ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഇത്രയുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാക്കാൻ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിൽ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ അരിഞ്ഞിട്ടാൽ അത്രയും ഒന്ന് ഫ്ലേവർ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചതച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളക് ചേർക്കാൻ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വറുത്ത് വരണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വരണ്ട് വരണം. ആ ഒരു കളർ മാറുന്നത് വരെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും കൂടി ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അധികം എരിവൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കണം. ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പം തന്നെ ആ തോരൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് ഇപ്പോൾ സോട്ടായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇനി നമുക്ക് വെജിറ്റബിൾ വേവിക്കാനായിട്ട് നമുക്കിതുപോലൊരു പാൻ എടുത്തിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട, പച്ചമണം മാറിയാൽ മതി. ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ആ ബാക്കി ക്യാരറ്റും ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. നമ്മൾ തേങ്ങ വറുത്ത സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ മതി. അത് നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ഞാനിവിടെ ഒരു ലോയിൽ നിന്നും മീഡിയത്തിലേക്കുള്ള ആ ഒരു ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുക്കായോന്ന് നോക്കാം. ഇതിപ്പോൾ കുക്കായതിന് ശേഷം നമുക്ക് ആ ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ ഒരു നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ തോരൻ്റെ പ്രത്യേകത തന്നെ നമ്മളിത് അരച്ചല്ല എടുക്കുന്നത്, ഇങ്ങനെ വറുത്തതിന് ശേഷം ഇത് ചേർക്കുന്നതാണ്. ആ തേങ്ങയ്ക്ക് തന്നെ ആ തോരൻ്റെ മണം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തുറന്നിട്ട് തന്നെ വേവിക്കണം. അടച്ചിടരുത്. കാരണം അപ്പോൾ ക്യാരറ്റ് ക്യാബേജിൽ നിന്നുമുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോകണം. അതിന് വേണ്ടിയാണ് തുറന്നിട്ട് വേവിക്കുന്നത്.
അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ റോസ്റ്റായി വരണം. അപ്പോൾ ഇത് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ തോരൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ ഈ റെസിപ്പി മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ തോരൻ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.